തെന്നലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റോഷ്ന. നമ്മൾ കുറേ ദിവസങ്ങളായി സാരികൾ, ചുരിദാറുകൾ, ഡ്രസ് മെറ്റീരിയൽസ് അങ്ങനെയെല്ലാം കണ്ടു. അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കുറേ ഹാൻഡ്ലൂം കോട്ടൻ്റെ കേരള സാരീസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിന് ഭയങ്കര ഓർഡർ ആയിരുന്നു, ഭയങ്കര എൻക്വയറി ആയിരുന്നു അതിന്. അപ്പോൾ ഞാനത് രണ്ടാമത് കുറച്ച് ഐറ്റംസ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ എൻക്വയറി വന്ന കുറച്ച് ഐറ്റംസ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കാം. അത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ചെയ്ത് തരാം. ഇല്ലേ, ഇത് നമ്മളെ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. കണ്ടോ, ഹാൻഡ്ലൂം കോട്ടൻ്റെ മുന്നേ കാണിച്ച ഇതിലുണ്ടായിരുന്നു. ഇതിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു കേട്ടോ. ഹാൻഡ്ലൂം കോട്ടൺ സാരീസാണിത്. ഇതിന് നല്ല സിൽവർ കളർ, ഞാൻ എടുത്ത ഈ സാരിയുടെ കസവ് പോലെ സിൽവർ കളർ ഒരു കസവുണ്ട്. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മെറൂൺ കളറാണോ വയലറ്റ് കളറാണോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കളറിൽ നിറയെ ബൂട്ട വർക്കാണ് ഇത് നിറയെ ഉള്ളത്. കണ്ടോ, ഫുള്ളുണ്ട്. നല്ല ഭംഗിയുള്ള ഇപ്പം ഞാൻ ഇട്ട സാരി കണ്ടില്ലേ, ഇത് സാധാ കോട്ടൺ സാരിയാണ്. പക്ഷെ ഇത് ഹാൻഡ്ലൂം സാരിയാണ്. അതായത് ഇതിലും ഒതുങ്ങിയിട്ട് നല്ല ഭംഗിയിൽ ഈ സാരി കൊടുത്താൽ നമുക്ക് നിൽക്കും കേട്ടോ. ഇതിന് വിത്ത് ബ്ലൗസാണ്. ഇതിന്റെ സെയിം ബ്ലൗസാണ്. എനിക്ക് ബ്ലൗസ് ഇതിന് സെയിം ആണ്, ഒരു മാറ്റമില്ല. ഇവിടെ ഇതാണ് ബ്ലൗസിന്റെ പാർട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഡൈ ആൻഡ് ഡൈ സാരി ഉണ്ട്. ടൈ ആൻഡ് ഡൈ സാരി. ഇത് ഫസ്റ്റ് സാരിയാണ്. അതിൽ കണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ? ഭംഗിയുണ്ടോ എന്നറിയില്ല, കാണുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള സാരിയാണ്. പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഇത്. പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇതിന്റെ മുന്താണിയുടെ പാട്ടാണ് ഇത്. കണ്ടോ, ഇത് ഇതിന്റെ മുന്താണിയുടെ പാട്ടാണ് വരുന്നത്. ഇതിന്റെ ബ്ലൗസ് ഇതന്നെ, സെയിം ബ്ലൗസ് ആണ്. കണ്ടോ, ഇതാണ് ഇതിന്റെ ബ്ലൗസ്, സെയിം ആണ്, ഒരു മാറ്റമില്ല. ഇനി അടുത്തത് അതിൽ തന്നെ നമുക്ക് കളർ ചേഞ്ച് കാണാം. അതിന്റെ ഇപ്പം നമ്മൾ കണ്ടത് ഒരു എന്താ പറയാ, ഒരു ഡാർക്ക് കളറിനോ മസ്റ്റാർഡ് യെല്ലോന്നോ അങ്ങനെ നമുക്ക് പറയാം കളർ. ഇതിപ്പം ഒരു സീ ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു നല്ല ഒരു കളറാണ്. സീ ഗ്രീൻ ആണോ ബ്ലൂ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതിൽ ഭയങ്കര എനിക്കൊരു വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴത്തെ ട്രെൻഡ് സാരിയാണ് കേട്ടോ, ട്രെൻഡാണ്. ഇതിൽ ടിഷ്യൂല് വരുന്നുണ്ട്. ഇതിപ്പോ ഉള്ളത് നമ്മൾ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇത് ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണ്. ഈ സാരികളെല്ലാം വില എന്ന് പറയുന്നത്, അതായത് ഈ ടൈ ആൻഡ് ഡൈ സാരികളുടെ വില എന്ന് പറയുന്നത് 950 rupees ആണ്. ഇതിന്റെ ഇനി അതിന്റെ തന്നെ വേറൊരു കളർ എടുക്കാം. അത് ശരിക്കും പറഞ്ഞാൽ അത് സീ ഗ്രീൻ തന്നെയാണ് കേട്ടോ. ഇതിപ്പം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പിസ്ത പച്ചാന്നെല്ലാം നമ്മൾ പറയില്ല, ആ കളറിലാണ് വരുന്നത്. പിസ്ത പച്ചാന്നെല്ലാം പറയുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഹാൻഡ്ലൂം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ, നല്ല ഇതില് നിൽക്കോട്ടെ കൊടുത്താൽ. ഇത് അതിന്റെ മുന്താണിന്റെ പാട്ടാണ് വരുന്നത്. ഇത് ടൈ ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ ചെറിയ അവിടെയും വയറ്റിൽ ചെറിയ ഇതിന്റെ ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. അതൊന്നും നല്ല എന്താ പറയാ, ഇത് കാണുന്നുണ്ട്, നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതിന്റെ മുന്താണിയാണ് ഈ വരുന്ന പാട്ട്. അതേ ഉള്ളൂ ഇതിൽ. ബാക്കി പ്ലെയിൻ ഇതേപോലെയുള്ള ബ്ലൗസിന്റെ തമ്മിൽ ഒരു മാറ്റമില്ല. ഇനി അടുത്ത സാരി എന്ന് പറയുന്നത് ഹാൻഡ്ലൂം കോട്ടൺ തന്നെ ഇതായിരുന്നത്. ഇതാണ്ടോ, അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാണിച്ചിട്ടുണ്ട്. മൈപ്പീലിന്റെ ഇതേപോലെ നമുക്ക് നിറയെ ഇനി നിറയില്ല. മുന്താണിന്റെ നമുക്ക് ഇങ്ങനെ വരുന്ന ഈ ഒരു പാട്ടില്ല, മുന്താണിന്റെ ആ ഒരു പാട്ട് വരികയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് മൊത്തം എന്താ പറയാ, ഇത് അങ്ങനെ വർക്കൊന്നുമില്ല. ഇത് ഞാനിട്ട സാരി പോലെ കുറച്ച് പ്ലെയിൻ ആയിട്ട്. പക്ഷെ ഇവിടെ
ഇവിടെ വരെ നമുക്ക് അതിന്റെ ഒരു മൈൽപ്പീലിന്റെ ആ ഒരു വർക്ക് നമുക്ക് വരും. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതാണ് ബ്ലൗസ്. കണ്ടോ, ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഒരു മാറ്റമില്ല, സെയിം. ഈ അടുത്ത സാരി അതിന്റെ അല്ല, അതിപ്പോ നമ്മൾ ഗോൾഡൻ കളറിലല്ലേ കാണിച്ചത്. ഇനി അടുത്തത് അത് തന്നെ സിൽവർ കളറിലുള്ള. കണ്ടോ, നല്ല എന്താ പറയാ, നല്ല ഭംഗിയില്ലേ. അതിന്റെ തന്നെ സിൽവർ കളറിലുള്ള സാരി സെയിം ആണ്, ഒരു മാറ്റമില്ല. അതുകൊണ്ട് ഞാൻ ഇത് നിവർത്തുന്നില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇനി നമ്മൾ കാണിക്കുന്നത് ഹാൻഡ്ലൂം ടിഷ്യൂ ആണ്. ഹാൻഡ്ലൂം ടിഷ്യൂന്റെ സാരി എന്ന് പറയുന്നത് ഇതാണ്ടോ, ഇതാണ് ഹാൻഡ്ലൂം ടിഷ്യൂ സാരിന്റെ മുണ്ടാണ് വരുന്നത്. അല്ലേ, നല്ല എംബ്രോയിഡറി വർക്കാൻ, നല്ല ഭംഗിയുള്ള, ഇതൊരു ഭംഗിയുള്ള സാരിയാണോ. നമുക്ക് മുഴുവൻ ഇങ്ങനെ വർക്കാണ് കേട്ടോ. മുഴുവൻ സാരി മുഴുവനായിട്ട് ഇങ്ങനെ വർക്ക് ഉണ്ട്. അതിന്റെ എന്താ പറയാ, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ സെയിം തന്നെയാണ് നമുക്ക് ബ്ലൗസും വരുന്നത്. സെയിം ഇതന്നെ, സെയിം ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. അതിൽ വർക്ക് ഇല്ലാന്ന് മാത്രം. അതേ ടിഷ്യൂന്റെ ഇതിന്റെ സെയിം പ്ലെയിന്, അതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത്. ഇനി അടുത്ത അതിന്റെ തന്നെ നമുക്ക് ഹാൻഡ്ലൂം ടിഷ്യൂവിൽ തന്നെ ഉള്ളത് ഒരു എന്താ പറയാ, ഒരു ഡിജിറ്റൽ പ്രിന്റ് സാരി എന്ന് പറയുന്നത്. ഡിജിറ്റൽ പ്രിന്റ് അങ്ങനത്തെ ഒരു സാരിയാണ്. ഇതില് നല്ല ആനന്റെ പ്രിന്റ് ഉണ്ട്, നല്ല ലോട്ടസ് ഉണ്ട്, അങ്ങനെ ഒരു പ്രിന്റ് വരുന്ന സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും ഇട്ടാല്. കേട്ടോ, നല്ല രസമില്ലേ, അങ്ങനത്തെ ഒരു സാരി. അതിന്റെ മുന്താണി എന്ന് പറയുന്നത്, നമ്മൾ മുന്താണിന്റെ ഭാഗമാണ് ഇത് കണ്ടത്. ഇനി അതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ. വേറെ വർക്കൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത സാരി എന്ന് പറയുന്നത് ഇതാണ്ടോ. ഇത് ഹാൻഡ്ലൂം ടിഷ്യൂല് നിറയെ കണ്ടോ, ഇത് ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളതാണ്. ഇത് ഫുൾ വൈറ്റ് നൂലിനെ കൊണ്ടുള്ള എംബ്രോയിഡറി ആണ്. മുഴുവൻ വൈറ്റ് നൂലുമായിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സാരിയാണ്. അതിന്റെ എന്താ പറയാ, മുഴുവൻ എംബ്രോയിഡറി ഉണ്ട്. ഏകദേശം എന്താ പറയാ, ഒരു ഭാഗത്തോളം. ബാക്കിയുള്ള നമുക്കിങ്ങനെ താഴെ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ താഴെ ഭാഗം കണ്ടോ, ഇത്ര വരെ അത് എംബ്രോയിഡറി ഉണ്ട് കണ്ടോ. ഇതുണ്ട്, ഈ പാർട്ട് വരെ അത് എംബ്രോയിഡറി ഉണ്ട്. ഇതാണ് അതിന്റെ ബ്ലൗസിന്റെ പ്ലെയിൻ ഭാഗമാണ് ബ്ലൗസ് വരുന്നത്. നേരത്തെ ഞാൻ കാണിച്ച സാരിയില്ലേ, അതുപോലെ തന്നെ പ്ലെയിൻ ഭാഗമാണ് ബ്ലൗസ് വരുന്നത്. കയ്യിന്റെ സാരി ഒരു കളർ കൂടി ബാക്കിയുണ്ട് കേട്ടോ. കേട്ടോ, ഇത് കളർ വരുന്നത് വയലറ്റ് ആൻഡ് ഓഫ് വൈറ്റ് ആയിരുന്നത് കേട്ടോ. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ്. നല്ല കോട്ടൺ ആണ്, ഹാൻഡ്ലൂം കോട്ടൺ ആണ്, നല്ല സാധനമാണ്. 950 rupees കേട്ടോ വില. ഇനി നമുക്ക് കുറച്ച് ഹാൻഡ്ലൂമിന്റെ മുണ്ടുകൾ കാണാം. നമുക്കിപ്പോൾ ആർക്കെങ്കിലും പ്രസന്റ് ചെയ്യാനെങ്കിലും അങ്ങനെയെല്ലാം ഇപ്പൊ ഓണത്തിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാലോ. ഇത് ജെൻസിന്റെ മുണ്ടാണ്, ഹാൻഡ്ലൂമിന്റെ. ഇതാണ് ഇതിന്റെ കര കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള കരിയത്. ഇത് ഹാൻഡ്ലൂമാണ്. ഇത് നല്ല ഭംഗിയുള്ള വർക്കുള്ള ഇതാണ് ഹാൻഡ്ലൂമിന്റെ മുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള കരിയുള്ള മുണ്ടാണ്. ഇതില് വേറെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, സാധാ ഒരു ചെറിയൊരു സിമ്പിൾ കര. അതാ അടുത്തത് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, നല്ല ഭംഗിയുള്ള മുണ്ടല്ല. അതോ നല്ല ഭംഗിയുണ്ട്, അതാണ് അതിന്റെ കര. നമുക്ക് ആയിക്ക്
എന്തെങ്കിലും ഓണത്തിന് പ്രസന്റെല്ലാം കൊടുക്കണ്ടെങ്കിൽ നല്ലതല്ലേ. അതേപോലെ നമ്മളിപ്പം ടിഷ്യൂന്റെ സാരി ഇടുമ്പം നമുക്ക് അതേപോലത്തെ മുണ്ട് ഹസ്ബൻഡിനെല്ലാം കൊടുക്കുമ്പോൾ നല്ലതല്ലേ. കണ്ടോ, ഇതാണ് അടുത്തത്. ആ മുണ്ടുകൾ കാത്തിരിക്കുമ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് നമുക്കെല്ലാം പറ്റിയൊരു 1.5 മുണ്ടുമാണ്. ഇത് അതിൻ്റെ ധാവണിയാണ്. ഇത് ധാവണിയാണ്. ഇതോ സോറി, ഇത് ധാവണി. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. കണ്ടോ, ഇത് ബ്ലൗസ്, ഇതാണ് അതിൻ്റെ മുണ്ട് വരുന്നത്. അപ്പോൾ ഉണ്ടോ, ഇതൊരു ഭംഗിയാണൊക്കെ കാണുന്നുണ്ടോ അറിയില്ല. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ മുണ്ട് വരുന്നത്. ഇത് ഇത് അതിൻ്റെ ബ്ലൗസ്. ഇനി അതിൻ്റെ തന്നെ ഒരു നമുക്ക് ഹാൻഡ്ലൂം ടിഷ്യൂലുള്ളുണ്ട്. അത് വൈറ്റ് ആണ്, പ്യൂർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ്. ടിഷ്യൂ കണ്ടോ, ഇതാണ് അതിൻ്റെ മുണ്ട്. ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ബ്ലൗസ് ഇല്ല കേട്ടോ. ബ്ലൗസ് നമ്മൾ വാങ്ങി തയ്ക്കണം, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിന് 800 ആണ് വില. ഇതിനെന്ന് വെച്ചാൽ മുണ്ടും ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് ബ്ലൗസ് നമ്മൾ വാങ്ങിച്ചിട്ട് തയ്ക്കണം. ഈ കളറ് ബ്ലൗസ് വാങ്ങിച്ചു വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ കളക്ഷൻസ് നമുക്ക് ഇത്ര മതി. ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട് കാണിക്കാം, പക്ഷെ അത് നാളെ കാണിക്കാം. അത് നമുക്ക് കുറച്ച് മറ്റുള്ള സാരികളും കൂടി കാണാം. അത് ഒന്ന് നമുക്ക് ഇത് ടിഷ്യൂ സാരിയാണ്. ഇത് കണ്ടോ, ഇത് മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാനൊരു ഇതിൽ. അതെല്ലാം എന്ന് വെച്ചാൽ അങ്ങനെ ഓർഡറുള്ള സാധനമായിരുന്നു. ഇതെല്ലാം അത്രയും ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. അതിൽ എല്ലാ ഇതും എന്താ വെച്ചാൽ നമുക്ക് വിത്ത് ബ്ലൗസിൽ വരുന്നതാണ് കേട്ടോ. എല്ലാം എന്ന് പറയാൻ നമുക്ക് വിത്ത് ബ്ലൗസിൽ വരുന്നതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ആ ബ്ലൗസിൽ വരുന്നതാണ്. ഇതാണ് അതിൻ്റെ സാരി. നോക്കും എന്തൊരു ഭംഗിയാണ് സാരി കണ്ടോ, നല്ല ടിഷ്യൂ സാരിയാണ്. ഇനി അടുത്തത് അത് തന്നെ അതേപോലെ തന്നെ ഇത് ടിഷ്യൂ സാരിയാണ് കണ്ടോ. ഗോൾഡൻ ടിഷ്യൂ വരുന്ന സാരിയാണ്. പ്യുവർ ടിഷ്യൂ അല്ല, സെമി ടിഷ്യൂ ആണ്, പ്യുവർ അല്ല. ഇതിന്റെ മുന്താണിയാണ് ഇത്. ഈ പാട്ട് ഇതിന്റെ മുന്താണിയാണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാണ്ടോ. ഇതാണ് സാരി കണ്ടോ. സാരി കാണുന്നുണ്ടോ? ഇതാണ് സാരി. അതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാ, നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് കണ്ടോ. ഇതാണ് ബ്ലൗസ് വരുന്നത്. നല്ല ഇല്ലേ സാരി. സാരി എന്തൊരു ഭംഗി, അങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് കുറച്ച് കോട്ടന്റെ പ്യൂർ കോട്ടന്റെ സാരിയാണ്. ഒരു 4-5 പീസ് സാരിയാണ്. ഇത് നമ്മൾ പറയും ഷിബോരി പ്രിന്റ് എന്ന് പറയും. ഈ ഷിബോരി പ്രിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ പ്രിന്റ് അല്ല, അത് ജാപ്പാനീസ് സ്റ്റൈലാണ്. പക്ഷെ അത് ഇന്ത്യയിലും കൂടി ഇതാക്കിക്കൊണ്ടാണ്. ഇതാണ് ഷിബോരി പ്രിന്റ്. ഈ ഷിബോരി പ്രിന്റിൽ വരുന്ന സാരിയാണിത്. ആ സാരിന്റെ മുന്താണിന്റെ ഭാഗമാണ് ഇത്. സാരിന്റെ മുന്താണിന്റെ ഭാഗമാണ് ഇത് വരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ. സാരിയുടെ മുന്താണിന്റെ ഭാഗമാണ് ഇത് വരുന്നത്. അതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് കണ്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ഈ ഗ്രീൻ കളർ പ്ലെയിൻ ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇത് നോക്കൂ, ഇതിന്റെ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് വരുന്നത് ഇതുണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. കുർത്താനിട ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള സാരിയാണ്. നല്ല പ്യുവർ കോട്ടൺ സാരിയാണ്. നല്ല കോട്ടൺ സാരിയാണ് കേട്ടോ.
നല്ല ഭംഗിയുണ്ടാവും ഇട്ടാൽ. ഇത് 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 അത്രയും നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 950 ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് അടക്കം 950 ആണ് വരിക. അതിൻ്റെ തന്നെ വേറൊരു കളറായത് കണ്ടോ, അതിൻ്റെ തന്നെ ഗ്രീൻ ആൻഡ് റെഡ് കളറാണ് ഇത് വരും. കണ്ടോ, ഇത് ഗ്രീൻ ആൻഡ് റെഡ്. ഇതിൻ്റെ മുന്താണിൻ്റെ പാർട്ട് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് പ്ലെയിൻ ബ്ലൂ ആണ് വരിക. ഇതാണോ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ബ്ലൂ ആണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇത്, ഇതൊരു ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇട്ട് കഴിഞ്ഞാൽ പ്യൂർ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സാരി. അതിൻ്റെ തന്നെ വേറൊരു കളറാണ്, അതായത് ഇത് സെയിം, അതുപോലെ തന്നെ സെയിം കളർ, ഇത് വയലറ്റ് കളറ്. ഇതേപോലെ തന്നെ ഈ കളറിൽ വരുന്ന ബ്ലൗസ് പീസാണ് ഉണ്ടാവുക. ഇനി അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക, പീച്ച് കളർ എന്ന് പറയുന്നത്, പീച്ച് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഇതൊക്കെ ഏറ്റവും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പീച്ച് ആൻഡ് റെഡ് കോമ്പിനേഷൻ വെറും 950 ഇതിനുള്ളൂ കേട്ടോ. നല്ല ഭംഗിയല്ലേ, പീച്ച് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണിത്. ഇനി അടുത്തത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് ആൻഡ് ആഷ് കളറാണ് വരുന്നത്. ബ്ലാക്ക് അല്ല, ഇതൊരു ഡാർക്ക് ആഷ് കളറാണ്. അങ്ങനെ ഈ റെഡ് കളറിലാണ് ഇതിൻ്റെ ബ്ലൗസ് ഉണ്ടാവുക. ഇന്ന് ഏതായാലും നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഓണത്തിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും. ഇന്ന് അത്തല്ലേ, എല്ലാവരും പോയിട്ടില്ലാന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും പതിവും പോലെ പറയുന്നതാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന പോലെ തന്നെ പ്രോത്സാഹനവും സ്നേഹവും തരിക. പിന്നെ എന്താ വെച്ചാൽ ഇതിലേത് സാരിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റ് GPay ആണ്, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഇത്ര മാത്രമേ ഇന്ന്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്.